പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ, ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നത് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന വചനങ്ങളെയാണ്. ആ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് നമ്മുടെ കൂടെ നിൽക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഒരു ആശംസ കിട്ടിയാൽ മതി. ആശംസ കൊണ്ട് അതിജീവിക്കുന്ന ഒരു വലിയ ഒരു ദൈവാനുഭവം എസെക്കിയേലിന്റെ പുസ്തകത്തിലുണ്ട്. എസെക്കിയേൽ 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അപ്പൊ ഒരു ആശംസ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഒരു കുറെ കാലം കഴിയുമ്പോൾ ദൈവം ഈ വ്യക്തിയുടെ മുമ്പിലൂടെ കടന്നു പോകും. അത് ഇസ്രായേലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വ്യക്തികളുടെ ആധ്യാത്മിക ജീവിതത്തിൽ സത്യമാണ്. നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു ആശംസ തരും. ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അപ്പോഴെന്താ പറയണത്? എസെക്കിയേൽ 16:8. ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നു കടന്നുപോയി, നിന്നെ നോക്കി
നിന്നെ നോക്കി. നിനക്ക് വിവാഹപ്രായമായെന്ന് ഗ്രോണപ്പായി, നീ വിവാഹപ്രായമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. എന്ത് വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടി എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല. നമ്മൾ അനാഥമായി ഓർഫണായി അഡ്രസ് ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മളൊരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും, വാഗ്ദാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പൊ നമ്മള് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെതായി തീരുകയാണ്. അതോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവത്തിൻ്റെതാകും. ദൈവത്തിന് അറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന്. ഇതിന്റെ ഉടമ്പടി നീ വിശ്വസ്ത പാലിച്ച് മുന്നോട്ട് പോവുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചില ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. കാര്യം ദൈവസ്നേഹം ഉള്ളവന് വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് മാറണത്. ഇപ്പം നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധി നമ്മൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട്, അതായത് ഈ ജെയ്മി അവസാനം പറയുന്നൊരു വാക്ക് ഞാനിവിടെ ചുവപ്പ് മഷി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്നറിയോ? ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ വർത്തമാനം പറയണേ? എന്താ പറഞ്ഞിരിക്കണേ അവർ? ദൈവസന്നിധിയിൽ കണ്ണുകൾ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും. അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം. അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അതിലെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ട്. എന്താ കാര്യം? ഞാൻ ദൈവതിരുസന്നിധിയിൽ കണ്ണുകൊണ്ടെടുത്ത് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം എന്നാണ് അവർ പറയണത്. ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയത്.
കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ഞെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. കന്നഡയും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും ഹിന്ദിയോട് ഹിന്ദി, അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പതർച്ചൊന്നും ഇല്ലാതെ കർത്താവിന് സുവിശേഷ വേല. അപ്പോൾ ഇത് ചെയ്യണത് എന്താണ്? ഇത് ചെയ്യണത് ഇവർ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. 12 മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് അവരുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത വന്ന്, എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത്തിരി സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല. അതാണ് പിന്നീട് അവർ ഈശോയോട് പറയണ ഒരു കാര്യം. എനിക്കിത്തിരി സമയം, ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണ്ടേ. തന്നെയല്ല വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഒക്കുലർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട്. കണ്ണിൻ്റെ മസിൽ കടിക്കും. അപ്പം അത് കണ്ണിന്, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ മസിൽ വെട്ടിക്കയറ്റെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ കണ്ണിൻ്റെ മസിൽ പിടിക്കും. അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ 12 മണിക്കൂർ ജോലി ചെയ്യണത്. ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോണത്. അപ്പോൾ ഈശോയോട് മനസ്സിലൊന്ന് വിചാരിക്കും, എന്താണ്, എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ പ്രേക്ഷിത വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല. നിയമപരമായിട്ട് അവർക്ക് പ്രൊമോഷന് 3 കൊല്ലം കൂടി വേണം. പക്ഷെ എന്ത് ചെയ്ത്, ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയാണ്. ദൈവം ഇങ്ങനെ വളരെ ഇങ്ങനെ കണ്ണെ കാണാവുന്ന പോലെയാണ്. നമ്മൾ ഈ പാത്ത് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മുമ്പ് വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ. ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം. നിങ്ങളൊന്നും ഒളിച്ച് കളിക്കണില്ല. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തിന് തോന്നണം. പല ആൾക്കാർക്ക് ഉടമ്പടി ചുറ്റിക്കളിയാണ്. എന്താണ്? ആ തൽക്കാലം ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികത്തിക്കലും ഒരു ഓട്ടം പിടുത്തമൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അഭ്യാസം ഇത് നടക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ, പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി. അവരെന്താണ്? സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിന് അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താ പറ്റി? അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ഉടമ്പടിയുടെ രീതി തന്നെ എന്താണ്? സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മരിയൻ കണ്ടന്റ്. ഉടമ്പടിയുടെ മരിയൻ കണ്ടന്റ് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ്? ആകാത്ത സമയമാണ് വിഷയം. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ, സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയെന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ സമയത്തിൻ്റെ മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേ, കൃപാസന ഈ ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത്, ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇത് വേണ്ടി ആർക്ക് ചെയ്യണം,
ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോടൊരു പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്ന്. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്? ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ച് ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാൻ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും, നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള അത് കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റത്തുള്ളൂ. 2ാം സർവേ നടത്തണം, അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. എക്സാം എഴുതി, എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു ജനുവരിയിൽ. അതുപോലെ വീണ്ടും പരാജയം, 2B 2C+, 350 വേണം പാസ്സാവാൻ. അപ്പം വീണ്ടും എനിക്ക് സ്പീക്കിങ്ങും റീഡിങ്ങും പോയി. റീഡിങ്ങിന് എനിക്ക് 310 അപ്പം 310 സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ ഇതൊക്കെ ഉടമ്പടി എടുത്തതല്ലേ, എനിക്കെന്നാലും ഒരു ഉറപ്പുണ്ട്, ഞാനൊന്ന് റിവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിവാലുവേഷൻ ആ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഉൾപ്രേരണ കൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുത്തു. അത് 2 സബ്ജക്റ്റ് ഞാൻ കൊടുത്തു, റീഡിങ് സ്പീക്കിങ് കൊടുത്തു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ റീഡിങ്ങിന് കൊടുത്തത്? കാരണം 310 ഇപ്പോഴും റീഡിങ് കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആയതുകൊണ്ട് അതെന്തായാലും കൂടത്തില്ല, അത് കുറയാനേ ചാൻസ് ഉള്ളൂ, അത് CA ആയിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് സ്കോർ ഒന്നും കുറഞ്ഞില്ല, സ്കോർ കൂടി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അതായത് 310 ഉണ്ടായിരുന്നു 320 അതുപോലെ തന്നെ 340 ഉണ്ടായി 350. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് അയർലൻഡിലേക്ക് പോകാനുള്ള
കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിച്ചു തന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ സിസേറിയൻ സംബന്ധിച്ചായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. സർജറി സമയത്ത് സർജറിക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്ന് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായി. പക്ഷേ എന്നാലും അമ്മയുടെ സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കയ്യിൽ നിന്ന്, അതായത് ഫ്ലൂയിഡ് കണക്ട് ചെയ്തപ്പം ബ്ലഡ് പോയിട്ടും അത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, അതായത് അതൊരു സിസ്റ്റം നോട്ട് ചെയ്യാനും ഒരു റൂമിൽ ഞാൻ കിടന്നതിൻ്റെ താഴെ മൊത്തം എൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ അറിയുന്നില്ല. പക്ഷെ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പ്രതീക്ഷീകരണ പ്രാർത്ഥന ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ വന്ന് കാണുന്ന ഡോക്ടർമാരൊക്കെ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപം, ആ തിരിയൊക്കെ ഞാൻ ആ ഉടമ്പടിയിലൊന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് കുർബാനയൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ കോവിഡ് കൂടിയിരിക്കുന്ന സമയമാണ്, ഓൺലൈനിൽ കുർബാനയൊക്കെ കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പം പെയിൻ കില്ലർ തന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് റിയാക്ഷൻ അടിച്ചു. ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. എനിക്ക് പോസ്റ്റ്മോർട്ടം സീഷർ അടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായൊരു സമയമുണ്ടായി. ഒരു ഇലക്ട്രിക് വേവ് പോലെ എന്തോ ഒരു പെട്ടെന്ന് വന്ന് സ്പാർക്ക് വന്ന് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്ത് എനിക്ക് എൻ്റെ കഴുത്തിൽ ഞാൻ ഓപ്പറേഷൻ കയറിയപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ആ ഉടമ്പടി കാശ് അത് കഴുത്തിൽ കിടന്ന് എന്നോട് പറഞ്ഞു അത് ഊരണ്ടാന്ന് പറഞ്ഞു. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പം എല്ലാവരും അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഊരി വയ്ക്കും, കാരണം അത് അങ്ങനെ അലൗഡല്ല. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടതായിട്ട് ഓർമ്മ പോലും ഇല്ല. അമ്മ എന്നെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അമ്മ പോലും ഇല്ലാതെയാവും, എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാവും എനിക്കറിയുന്നില്ല. ഞാൻ 2ാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വീണത്. 2nd ദിവസമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ പുറത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു നോക്കി, എല്ലാത്തിനും നോർമലി ഒരു കുഴപ്പമില്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞുണ്ടായി 23ാം ദിവസം ലാബിൻ്റെ റിസൾട്ട് ചെയ്ത് നോക്കിയപ്പം അവൾക്ക് TSH ഹൈ ആയിരുന്നു, അതായത് 23.2. അത് ഭയങ്കര ഹൈ ആണ്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വരണം, എത്രയും വേഗം കൊച്ചിന് തൈറോക്സി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാടെ തളർന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് 3 വയസ്സ് വരെ ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ അതിനുള്ള ഇടവരുത്തരുത് അമ്മ ഒന്ന് രക്ഷിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇതിന് വേറൊരു ഇതുമില്ല, കാരണം കുഞ്ഞാണ്, നമുക്ക് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്നാലും നമുക്കൊരു സെക്കൻഡ് ഇതായിട്ട് നമുക്ക് ഒന്നും കൂടെ ലാബ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്തപ്പം ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു 16.2. അപ്പം അത് 23.2 നിന്ന് 16.2 അത് കുറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത്ര വേരിയേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് 2 ദിവസം കൂടി നോക്കിയിട്ട് ശേഷം തൈറോക്സി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, അമ്മ ഞാനിവിടെ കുഞ്ഞിനായിട്ട് കൊണ്ടുവന്നേക്കാമെന്ന്. ഞാനിവിടെ കൊണ്ടുവന്നിരുന്നോളെ 3ാമത്തെ റിസൾട്ട്, അതായത് 2 ദിവസം കഴിഞ്ഞ് റാലി നോക്കിയപ്പോൾ 3.2 3.2 അത് അത്ര അത്ഭുതകരമായിട്ട് ആ 2 ദിവസത്തിനുള്ളിൽ കുറച്ചു. എൻ്റെ കുഞ്ഞിന് ഇതുവരെയായിട്ട് ഒരു മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല, പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു. അമ്മയും തിരുക്കുമാരൻ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് സോജ അരുൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സരിതപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ഫെബ്രുവരി 21-നാണ്. കൊറോണയും മറ്റു കാരണങ്ങളാൽ എനിക്ക് ആ ഉടമ്പടി നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2021 സെപ്റ്റംബർ മുതൽ ഞാനൊരു കെയർ വിസയിൽ UK പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പലവിധ തടസ്സങ്ങളാൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവിൻ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അതിലെനിക്ക് പാസ്സാകാനും പറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് IELTS-നാണെന്നുണ്ടെങ്കിലും എനിക്ക് പാസ്സായി. UK സ്കോറൊക്കെ അന്നേരത്തേക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഏജൻസി പറഞ്ഞു, നിങ്ങളുടെ സ്കോർ UK സ്കോർ ഇത് പറ്റത്തില്ല, ഇതും കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിയല്ല, നിങ്ങൾക്ക് റിജക്റ്റ് ആകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയാക്കി മാറ്റണം, എനിക്ക് ലജ്ജിക്കാൻ ഇടവരരുത്, എൻ്റെ മാതാവ് എന്നെ അവിടുത്തെ എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്കോർ തന്ന് എനിക്ക് വിസ അടിച്ച് കിട്ടണമെന്ന്.
മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ മാസം 5-ാം തീയതി വിസ അടിച്ച് കിട്ടുകയും ഈ ബുധനാഴ്ച 14-ാം തീയതി എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അനിയൻ UK-യിലാണ്. അവന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ചാൻസിൽ തന്നെ അവന് ലൈസൻസ് കിട്ടാൻ പറ്റി. പിന്നെ എൻ്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു. അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു ആ മുഴ. അപ്പം വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാനത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പം മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തിട്ടുള്ളൂ, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉള്ളതല്ലേ, നീ എന്തുകൊണ്ടത് തേച്ച് പ്രാർത്ഥിച്ചു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ആ കാലിലൊരു ചെറിയൊരു തഴമ്പ് പോലെ മാത്രം കാണാനേ ഉള്ളൂ. അത് മുഴ മൊത്തമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ജോസഫ് ഫ്രാൻസിസ്. ഞാൻ 2022 മെയ് മാസം 4-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യ ഉടമ്പടി എടുക്കുന്നത്. സത്യത്തിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതല്ല. എൻ്റെ ഭാര്യയും മകളും ഉടമ്പടി എടുക്കാനായിട്ട് അവരെയും കൊണ്ട് വന്നതാണ്. കാരണം കർത്താവായ യേശുവിനോട് എല്ലാം ചോദിച്ചാൽ മതിയല്ലോ, കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ ജീവിച്ചു പോന്നത്.